പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. പെൻഷൻ കിട്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണെന്ന് വിരമിച്ച അംഗനവാടി ജീവനക്കാരും ഹെൽപ്പർമാരും. 2017 പെൻഷനായവർക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും 2022-23 കാലഘട്ടത്തിൽ പെൻഷനായവർക്ക് ഇതുവരെ ഒരു പെൻഷനും ലഭിച്ചില്ലെന്നും പരപ്പനങ്ങാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു. രോഗികളായ തങ്ങളിൽ പലർക്കും മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തിയെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു. 35-45 വർഷം വരെ അംഗനവാടികളിൽ ജോലി ചെയ്ത തങ്ങൾക്ക് 2500 രൂപയാണ് പെൻഷൻ ലഭിച്ചിരുന്നത്. ഈ ഒരു തുക വർദ്ധിപ്പിച്ചു തരുവാനും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ നൽകുവാനും സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 വർഷം. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ക്ഷേമനിധി പെൻഷൻകാർ. എന്ന് നൽകുമെന്ന് വ്യക്തതയില്ലാതെ സർക്കാരും ക്ഷേമനിധി ബോർഡും. നിർമ്മാണ മേഖലയിലെ 1600 രൂപ പെൻഷനാണ് പലരുടെയും ഏക ആശ്രയം. മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇപ്പോൾ 1 വർഷത്തോളമായി ലഭിക്കുന്നില്ല. പെൻഷൻ കിട്ടാതെ വഴിമുട്ടിയിരിക്കുകയാണ് പലരുടെയും ജീവിതം. 14 ലക്ഷം പേർ അംഗങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ 5 ലക്ഷം പേരാണ് നിലവിൽ പെൻഷൻകാർ. 1 മാസം പെൻഷൻ നൽകാൻ 58 കോടി രൂപ വേണമെന്നാണ് കണക്ക്. 1 വർഷത്തെ കുടിശ്ശിക 686 കോടി രൂപയാണ് ആവശ്യം. സർക്കാർ സഹായമില്ലാതെ ഇത്രയും തുക കണ്ടെത്താൻ ക്ഷേമനിധി ബോർഡിനും കഴിയില്ല. ലേബർ വകുപ്പ് പിരിച്ചെടുക്കുന്ന കെട്ടിട നിർമ്മാണ സെസ്സാണ് പെൻഷൻ നൽകാനുള്ള തുകക്കായി ഉപയോഗിക്കുന്നത്. ഇത് കാര്യക്ഷമമല്ലാതെ വന്നതോടെ ഏപ്രിൽ 1 മുതൽ സെസ് പിരിച്ചെടുക്കാൻ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. പലരുടെയും ഏക ആശ്രയമാണ് ഈ പെൻഷൻ. കൂടാതെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് നേരത്തെ തന്നെ ആരംഭിച്ചത്. കൈകളിലേക്കുള്ള തുക വിതരണവും ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. എങ്കിലും അക്കൗണ്ടുകളിൽ ഇതുവരെയും പണം എത്താത്തവരുമുണ്ട്. അവർ കമന്റിലൂടെ അറിയിച്ചിരുന്നു. ഇവർക്കെല്ലാം പണം ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തുക വരും ദിവസങ്ങളിലായി എത്തിച്ചേരും. ഈ തുക വിതരണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത മാസം ആദ്യവാരം തന്നെ ഒക്ടോബർ-നവംബർ മാസത്തെ 3200 രൂപയും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നേരത്തെ തന്നെ തുക വിതരണം ആരംഭിച്ച് വിഷുവിന് മുന്നോടിയായി തുക വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.